നിങ്ങൾ ചെന്നൈയിൽ സ്റ്റഡി ടൂർ പോയതാണോ? ഈ ടൂറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഏകദേശം ഒരു വർഷത്തെ കഥയെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഏതായാലും എൻ്റെ വണ്ടിയോട് പണയാൻ കൊടുത്തേക്കാണ്. അപ്പൊ അത് കിട്ടുന്നവരെ വേണമെങ്കിൽ കഥ കേട്ടിരിക്കാം. എങ്കിൽ പിന്നെ നടന്നത് ആദ്യം തൊട്ട് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനായിരുന്നു ആദ്യം തുടങ്ങിയത്. അന്ന് കോളേജ് ചേരാൻ പുറപ്പെടാൻ തുടങ്ങിയ ദിവസം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളായിരുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളെ. സമയം കളയാനില്ല. കരിമരുന്ന് കത്തി തുടങ്ങിയ പണി തുടങ്ങണം. ഓവർ. വഴി തെറ്റിയോ? ഹലോ ഹലോ ഹലോ, ഒറ്റ മിനിറ്റ്. ഈ മുമ്പിൽ മൊത്തം ബ്ലോക്ക് ആണെന്നോ? പ്രദക്ഷിണം പോവാണ്. ആ ദാ വഴിയുണ്ട, അതുവഴി പോയ ബ്ലോക്കാവല്ലോ ചെന്നൈ. ശരി എടാ, റൈറ്റ് എടുത്തോ. മുത്തപ്പം കൊണ്ടൊന്നും തരണണ്ട. ഇനിയും വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ കണ്ണാ. അശനെ അന്ന് എറിഞ്ഞപ്പെട്ട അടി കിടന്നപ്പോഴേ ഒരു തള്ളക്കായിക്കോട്ട് ചവിട്ടി. ഞാൻ കണ്ട് അശനെ പണി നടത്തിയാണ്. Well done. ചില്ലറയൊക്കെ മാറ്റി വലിയ നോട്ടാക്കണ്ടേ? പോകുന്ന വഴിക്ക് തമ്പിയുടെ നോട്ട് മാറാം. പക്ഷെ നമ്മുടെ ഈ വാപോയ കട്ടർ മാറ്റിയില്ലെങ്കിലേ നേർച്ചപ്പെട്ടി പോയിട്ട് കോഴിക്കാട്ടം പോലും കട്ട് ചെയ്യാൻ പറ്റില്ല അശനെ. അതാണ് ടൂൾസ് ഒക്കെ മാറ്റി പുതിയതാക്കാം. നമ്മുടെ വാടപ്പുറം പള്ളിപ്പെരുന്നാൾ കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. നീ ആ ഫോർച്യൂണിൽ വർത്താനം പറഞ്ഞോണ്ടിരുന്ന ആരോടായിരുന്നുടാ? ഏതോരുത്തം വഴി ചോദിച്ചാണ്, അത് കാരണം ഇതും കൂടെ കിട്ടി. കണ്ണം പൊളിച്ച് ചൈനയിലല്ല, ചൈനയിൽ നിന്ന് അമ്മ വെക്കൂല. പരിഷ്കാര കൊച്ചമേലുള്ള അശനെ. ഹായ് സൂര്യ, മാറ്റല്ലേ പ്ലീസ്. എന്താ സജു? സാജു അല്ലടി, ഞാനാ നിന്റെ മറ്റവൻ. ഫിലിപ്പ് ഇറങ്ങിയോ? ദേ ഇപ്പൊ ഇറങ്ങാൻ പോന്നു. അല്ലേ നിങ്ങളുടെ ഫോൺ എന്തിയേ? ആ അത് പറയാനാ വിളിച്ച. നീ ആ ഫോണൊന്ന് ഫിലിപ്പിന് കൊടുത്തേ. ജോണച്ചേന ഇതെവിടുന്നാണാവോ? ഹലോ അളിയാ, എന്റെ ഫോൺ കുറച്ചു മുമ്പേ വണ്ടിയെന്ന് ആരോ അടിച്ചോണ്ട് പോയി. അതെയോ? പോകുന്ന വഴിക്ക് ഒരു പള്ളി പ്രദർശനം ഉണ്ടായിരുന്നു. വഴി ചോദിക്കാൻ വേണ്ടി ഗ്ലാസ് കാത്തതാ. മടിയിലിരുന്ന ഫോൺ പിന്നെ കണ്ടിട്ടില്ല. അപ്പാവന്മാർ തന്നെ ആയിരിക്കും. കൊച്ചേ ടിവി ഓഫ് ചെയ്തിട്ട് കൊണ്ടാളൊക്കെ പാക്ക് ചെയ്തേ. അതെല്ലാം റെഡി അമ്മേ. അളിയനെപ്പ എത്തും? ഇവരെ കോളേജ് കൊണ്ടാക്കാൻ ഞാൻ പോണോ? വേണ്ട, ഞാൻ വെളുപ്പിനകത്തും. അവരുടെ 7 മണിക്ക് പോവാൻ റെഡി ആയിരിക്കാൻ പറഞ്ഞേക്കും. ഓ ശരി. റെഡിയല്ലേ? നീ വല്ലതും കഴിച്ചായിരുന്നോ? അവൻ കഴിച്ചപ്പോഴേ റെഡി. നീയല്ലേ ലേറ്റ് ആയേ? വർക്ക് തീരണ്ടേ? എപ്പോ തൊട്ട് റെഡി ആയി? പുസ്തകം റെഡിയല്ലേ? ബാഗ് എടുത്തു വെച്ചേ. ഒരു കാര്യം ഏറ്റ കറക്റ്റായിട്ട് ചെയ്യണം. എന്റെ മുത്തേ, ഒന്ന് നിർത്തണേ. നിർത്താൻ. അവനെ പഠിപ്പിക്കാനോ കൊണ്ടുപോകുന്നു, ദഹിപ്പിക്കാനൊന്നുമല്ല. ഒക്കെ തള്ളയുടെ നമ്പറാ. ശരി, അച്ഛൻ പോയി സീരിയലുണ്ടേ. ചെല്ലു ചെല്ലു. അശനെ മറ്റേ ഐറ്റം കൊടുത്താ? ഓ മറന്നു. ആ മുത്തത് വെച്ചോ. അയ്യോ, എനിക്കെന്തിനാ ചെറിയ ചേപ്പ് ഇതൊക്കെ? ഞങ്ങളുടെ ഗിഫ്റ്റാണ്. വലിയ പണക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്ന കോളേജാ അത്. അവിടെ നമ്മൾ തീരെ മോശക്കാരാവാൻ പാടില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഓൺ ചെയ്ത് ഗെയിം കളിച്ചോ. ഒരൊറ്റ കാര്യം, പിന്നെ ഏതെങ്കിലും കടയിൽ കൊടുത്ത് സിം കാർഡ് ഊരി മാറ്റിയിട്ട് വേണം കളിക്കാൻ. ഞങ്ങളത് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയതുമില്ല, അറിയത്തുമില്ല. നാളെ കോടതിയിൽ ഒരു കേസുണ്ട് മുത്തേ. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയത്. വണ്ടി വന്ന് കിടപ്പുണ്ടല്ലോ. മുത്ത് ബസ് ഇറങ്ങുമ്പോൾ അവിടെ സൂപ്പറിൻ എന്ന് പേരായ എൻ്റെ ഒരു ശിഷ്യൻ വരും. അവൻ്റെ ഒപ്പം ചെന്ന് അവിടുത്തെ ഫാഷൻ അനുസരിച്ചുള്ള കുറച്ച് സാധനങ്ങൾ, ഉടുപ്പൊക്കെ വാങ്ങിച്ചോളൂ. പിന്നെ തൽക്കാലം ഇത് വെച്ചോ. ഞാൻ ഉദ്ദേശിച്ചത്രയും കളക്ഷൻ കിട്ടിയില്ല. പിടിക്കേ. അയ്യോ ചെറിയ മുത്തു മേടിക്കണ്ട. ഇത് ആരുടെയും പിടിച്ചു കുറച്ച കാശൊന്നുമല്ല. ഒത്തിരി പേര് പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ട് തന്ന പണമാണ്. സീറ്റില്ല, വണ്ടി ഫുള്ള ആൾക്കാർ നിൽക്കുക. എന്നാ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ പൊക്കടാ. ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ. നിന്റെ ഒപ്പമുള്ള പയ്യനെ എവിടുന്ന് കയറുന്നു? നൗഫില് കണ്ണൂരിന്ന്, അവൻ എറണാകുളത്തേക്ക്. ശരി, നിങ്ങളെന്നാ പോയിക്കോ, ഞാൻ കയറി പോയിക്കോ. ഓക്കെ ബൈ. എടാ ജാക്സ, ഒന്ന് വേഗം വാടാ. നീ പിടി എടുത്തു നോക്ക്. എടാ ആകെ ഇത്ര തുണി എടുക്കാനാണോ ഇത്ര സമയം എടുത്തത്? എനിക്ക് രാവിലെ കോളേജ് പോകാനുള്ളതല്ലേ. എന്ന് വെച്ച് ഷീമാട്ടി പോയിട്ട് റെഡിമെയ്ഡ് ഒന്നും വാങ്ങിക്കാൻ പോയതല്ല, പഴയത് സംഘടിപ്പിക്കാൻ പോയതല്ലേ. വേണേ നീ അത് ഇട്ട് നോക്ക്. ഡിക്കോസ്റ്റ ഷുഗർ പിടിക്കുന്നതിന് മുമ്പ് ഗൾഫിലിട്ടിരുന്ന. എടാ സംഭവം കൊള്ളാം, പക്ഷെ മൊത്തം ജുബയാണല്ലോ. ജീൻസ് ഒന്നും കിട്ടിയില്ലേ? ഈ കളർ കണ്ടിട്ടേ കൊടുത്തു വിട്ടാൻ പണി എന്നോണ്ടല്ലോടാ. ഞാനും ചോദിച്ചതാ ഇത് കടും കളറല്ലേന്ന്. അപ്പൊ ഡിക്കോസ്റ്റ പറയാ കുഞ്ചാക്കും കടും കളറല്ലേ. അതവന് ചേരുന്നു. അവനൊക്കെ എന്തെങ്കിലും അഭിമാനിക്കാം. എന്ത്? കോൺസ്റ്റന്റൈന്റെ മകൻ ജാക്ക് ഡഗ്ലസ് കോൺസ്റ്റന്റൈൻ മെറേണ്ട അവന്റെ ഒക്കെ ഉടുപ്പിട്ടിട്ടുണ്ട്. ഈ കടപ്പുറത്ത് പേരൊന്നും അവിടെ പോയി പറയാൻ നിക്കണ്ട. അല്ലെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന പേരാണോ നമ്മുടെയൊക്കെ? റോഡ്രിക്സ്, ഡിക്കൂന, ജാക്സൺ ഡിമലോ. ഇവിടെ വിളിക്കുന്ന കുഞ്ചാക്കോ എന്ന പേര് പറയുന്നതായിരിക്കും ബുദ്ധി. എടാ കോളേജിൽ പോകുന്നെന്ന് വെച്ച് അപ്പന്റെ പേര് കോൺസ്റ്റന്റ് മാറ്റി കൊച്ചാപ്പി എന്നാക്കാൻ പറ്റൂ? എടാ നീ നാളെ രാവിലെ അല്ലേ പോണേ? എന്നാ മുതലാളിയുടെ ബെൻസ് നാളെ സർവീസിന് എറണാകുളം ഉണ്ട്. നിനക്കതിരിപ്പോ ആടാ. ബെൻസിന്റെ ലോറിയാണാ?
ഇവന് പറ്റിയത് അതാണ്. കണ്ടോടാ, ഐശ്വര്യം ബെൻസിന്റെ രൂപത്തിൽ വന്നിറങ്ങുന്നത് കണ്ടോ? കുഞ്ചാക്കോമനെ എടാ ഡാഡി വരുന്നു, കുപ്പി മാറ്റിക്കോ, അല്ലെങ്കിൽ പുള്ളി തീർക്കൂടാ. എന്താ ഡാഡി? തലേ മഞ്ഞടിക്കാതിരിക്കാൻ അമ്മ തന്നു വിട്ടതാ. ഭക്ഷണം കഴിക്കാറായോ? എടുത്തു വെക്കട്ടെ എന്ന് ചോദിക്കാനും പറഞ്ഞു. ഡാഡി വെക്കോ? ശരി മോനെ. അവിടെ നിന്ന് അഡ്മിഷന് കണ്ട കോട്ടയിലച്ഛന് മാത്രമേ എൻ്റെ മകനാ നീയെന്നറിയൂ. അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സിബിയെ വിളിച്ചാൽ മതി. ഒരു സാധാരണക്കാരൻ്റെ സ്വാതന്ത്ര്യമായിരിക്കും മന്ത്രിയുടെ മകനെന്ന സുഖത്തേക്കാൾ അവിടെ ആസ്വദിക്കാൻ നല്ലത്. ബോയ്സ്, നമ്മുടെ കോളേജിൻ്റെയും ഹോസ്റ്റലിൻ്റെയും മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുവാൻ പുതിയ ബാച്ചുകാർ നാളെ എത്തും. പുതിയതായിട്ട് വരുന്ന കുട്ടികളെ ഈ ഹോസ്റ്റലിലെ കുടുംബാംഗങ്ങളെ പോലെ വേണം കരുതുവാൻ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള റാഗിങ്ങോ പീഡനമുറകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രതികൾ ഹോസ്റ്റലിന് വെളിയിലാണ്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ലാത്തതിനാൽ ഗുഡ് നൈറ്റ്. സ്നേഹം പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അച്ചോ അച്ചോ, ഞാൻ ആ ബീനിയോട് ഐ ലവ് എന്ന് പറഞ്ഞത് എന്റെ പെങ്ങളെ പോലെ ഇഷ്ടമാണെന്ന് അച്ചോ ഞാൻ. നിന്റെ ഒരു മുണന്തന്നായോ എനിക്ക് നീ കേൾക്കണ്ട. പോയിട്ട് അപ്പനെ വിളിച്ചോണ്ട് വന്ന് ഇനി റൂമിൽ കയറിയാൽ മതി. കുഞ്ചാക്കോ, ശ്യാം ശ്രീധർ, കായലൻ. ഇവിടെ പാലിക്കപ്പെടേണ്ട ചട്ടങ്ങൾ ഹോസ്റ്റൽ മാഗസിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൂം ബോയ് ബെന്നിച്ചനത് എല്ലാവരുടെയും മുറി തരും. അത് നോക്കി ഇവിടുത്തെ സമയക്രമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോണം. കേട്ടല്ലോ? എന്നാ ശരി, റൂമിലേക്ക് പോയിക്കോ. പാതിരാത്രിക്കാടാ കുളി. പോ ചെറുക്കാ വേഗം. നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവൂ? അത് മിക്കവാറും പേര് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇന്ന് ലാലേട്ടന്റെ പടം ഇറങ്ങിയ ദിവസമല്ലേ, കുറച്ച് പേര് സെക്കൻഡ് ഷോയ്ക്കും പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് കാണാൻ പോകുന്ന ആൾക്കാരെ ഞാനിപ്പോ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അത് ഇന്ന് മുതൽ തന്നെ ഗുണം ചെയ്തു തുടങ്ങും. ഇവരിൽ പ്രധാനി മസ്താൻ എന്ന് എല്ലാവരും വിളിക്കുന്ന സെബാസ്റ്റ്യൻ. ഞാൻ വന്ന കാലം മുതൽ സബാൻ ഇവിടെ ഉണ്ട്. അവനിവിടെ എന്ന് വന്നെന്നോ എന്തിനു പഠിക്കുന്നെന്നോ അച്ഛന്മാർക്കൊഴികെ വേറെ ആർക്കും അറിയില്ല. ആ റൂട്ട് അവനോട് ചോദിക്കാനും പോകത്തില്ല. ഇത് മസ്താന്റെ വലം കൈ ക്ലച്ച് റാഫി. മസ്താൻ ഇഷ്ടപ്പെട്ട നാടൻ പാട്ട് പാടിക്കൊടുക്കലാണ് ക്ലച്ചിന്റെ മെയിൻ പരിപാടി. ഇതാണ് ഫ്രെഡി. ഏത് നേരവും കൂടെ നടക്കുന്നുണ്ട്. ഈ ആക്കൊരു ഇരട്ട പേരും ഉണ്ട്, ദളവ. ഇതിൽ മസ്താനെ മാത്രം ആദ്യം കാണുമ്പോഴേ ഒന്ന് വണങ്ങി ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോണം. അതിവിടുത്തെ ഒരു ആചാരവാ. ഇപ്പൊ വാർണച്ചന്മാർ രണ്ടുപേരും എന്തിനോ പുറത്തു പോയിരിക്കുക. അവര് വരുന്നത് വരെ മോളിന്ന് എന്തെങ്കിലും തലോടലുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുക. അല്ലാതെ എല്ലാം ചെന്ന് അച്ഛന്മാരുടെ ഒറ്റ നിന്നാ അത് നിങ്ങൾക്ക് തന്നെ പറയാം. മുരളീകൃഷ്ണൻ, അനിൽകുമാർ, രണ്ടൊരു മേളകേരോടാ. അതെ, തിരിച്ചു വരുമ്പോ ഒച്ചുണ്ടാക്കാതെ കഥവിന്റെ കുറ്റിയിടണേ. ചെറിയൊരു അനക്കം മതി എന്റെ ഉറക്കം പോവാ. എന്താ നമ്മളെ മാത്രം അതൊക്കെ പറഞ്ഞില്ലേ?